നമസ്കാരം. SLKGയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കേണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പകുതി തക്കാളി അരിഞ്ഞത്. ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില എന്നിവ ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. 250 ഗ്രാം ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. അരച്ചു വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് ഒരു 2 വലിയ സ്പൂൺ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത മാവ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടാം. ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി മാറ്റി വയ്ക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വേവിച്ചെടുക്കുക. അതിൻ്റെ തൊലി കളയണം. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മുമ്പ് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടയ്ക്കാൻ ശ്രദ്ധിക്കണം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില നല്ല കൂടുതലിടുകയാണെങ്കിൽ വളരെ നല്ലത്. ഞാൻ ഇതിനകത്ത് കുറച്ച് ചീരയിലയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആലു പൊറോട്ടയ്ക്ക് ആവശ്യമായ ഗോതമ്പ് മാവ് എങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ കുറച്ച് മാവ് എടുക്കുക. ഇതിലേക്ക് നല്ലപോലെ പൊടിയാക്കണം. ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് പരത്തുക. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ആദ്യം അതിലേക്ക് നമ്മൾ ആലു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഇതിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഓരോ വശങ്ങളിൽ നിന്നും പതുക്കെ കുറേശ്ശെ ഇങ്ങനെ എടുത്ത് നമുക്ക് മടക്കി കൊടുക്കണം. അതിനുശേഷം ഈ സൈഡും ഇതുപോലെ മടക്കുക. ഇപ്പുറത്തൊന്നും ഇതുപോലെ മടക്കി കൊടുക്കുക. ഒന്ന് കൈ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ചുകൂടെ പൊടിയാക്കണം. നല്ലപോലെ എല്ലാ വശങ്ങളിലും പൊടിയാക്കണം. ഇല്ലെങ്കിൽ പരത്തുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. ഇനി പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ പതുക്കെ പരത്തണം. അധികം ശക്തി ഉപയോഗിക്കരുത്. ഒന്ന് പരത്തി കഴിയുമ്പോൾ ഇത്തിരി കൂടെ പൊടിയാക്കി കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വേണ്ട. അല്ലെങ്കിൽ കുറച്ച് അവിടെ ആക്കാം. അതുപോലെ തിരിച്ച് പതുക്കെ നല്ല റൗണ്ട് ഷേപ്പിലാക്കാൻ ശ്രമിക്കാം. കണ്ടോ, പൊടി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടിപ്പോകും. കുറച്ച് അവിടെയും പൊടിയാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ തവയിലിടുമ്പോൾ തവയിലെല്ലാം അത് ഒട്ടിപ്പിടിക്കും.
ഉരുളക്കിഴങ്ങിൻ്റേത് മസാല അതിലൊട്ടി പിടിക്കും, എടുക്കാൻ കിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് എപ്പോഴും ഇതെടുക്കുമ്പോൾ വലിച്ചെടുക്കരുത്. ഈ കല്ലിങ്ങനെ പതുക്കെ കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ കേടാവാതെ നമുക്ക് കിട്ടും. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആലു പൊറോട്ട ഇതിലേക്ക് പതുക്കെ വയ്ക്കാം. ഈ പൊറോട്ടയിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് നെയ്യ് ഉപയോഗിക്കാതെയും ഉണ്ടാക്കാം. പക്ഷേ ആലു പൊറോട്ടയുടെ ടേസ്റ്റ് നെയ്യ് ഉപയോഗിക്കുമ്പോഴാണ് നല്ലപോലെ കിട്ടുക. ഇത് വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഒരു മീഡിയം ആക്കി വയ്ക്കാവുന്നതാണ്. നമ്മളുടെ ആലു പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. ഉള്ളിൽ കണ്ടില്ലേ, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്.